നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളിയാണ്. പുറത്തോടൊക്കെ ഇറങ്ങണേ ഹെൽമെറ്റ് ഒക്കെ വെക്കണം കേട്ടോ. പോലീസുകാരുടെ പുതിയൊരു ആചാരം തുടങ്ങിയിട്ടുണ്ട്. പൈസ ഇല്ലെങ്കിലുണ്ടല്ലോ മൊബൈൽ മേടിച്ചു വെക്കുക, ഇല്ലെങ്കിൽ കർണ അടിച്ച് പൊട്ടിക്കുക, അതും പ്രത്യേകിച്ച് പ്രായമുള്ളവരോട്. അറിഞ്ഞില്ലായിരുന്നോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ബാക്കി കുറച്ച് പറയാനുണ്ട് പോലീസുകാരെ പറ്റി. കണ്ടില്ലേ, ചടയമംഗലത്ത് കൊല്ലത്ത് യൂണിഫോം ദേഹത്തോട്ട് കയറിയുള്ളൂ ഷജി എന്ന് പറഞ്ഞ പൊലയാടി മോന്റെ. അന്നേരത്തേക്കാ കഴപ്പ് കാണിക്കാൻ റോഡിലോട്ട് ഇറങ്ങിയേക്കുന്നത്. യൂണിഫോം ഉണ്ടെങ്കിലേ അതിട്ടുകൊണ്ട് മാന്യമായിട്ട് പണിയെടുക്കുന്ന ഒത്തിരി നല്ല പോലീസുകാരുണ്ട്. അവർക്കെല്ലാവർക്കും നിന്നെ പോലത്തെ പൊലയാടി മോനുണ്ടല്ലോ നാണക്കേടാ. ഒന്നില്ലല്ലോ, ആ തല്ലുന്നാളുടെ പ്രായം നോക്കിയടാ. നിനക്കും ഉണ്ടാവുമല്ലോ ജന്മം തന്ന പിതാവ് എന്ന് പറഞ്ഞ ഒരാള് ഇല്ലേ? ആ തന്തയുടെ പ്രായം ഉണ്ടാ മനുഷ്യന്. ഇപ്പൊ യൂണിഫോം ഇട്ടുടനെ തിളച്ചേറി എങ്ങോട്ടാ പോകുന്നേ? എന്നാ നിന്റെ ചോരയുണ്ടോ മണ്ണ് പറ്റി പോകാനുള്ള ഈ കഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പറയുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ ഇട്ടിരിക്കുന്ന ഉണ്ടല്ലോ ബഹുമാനത്തോടെ അതങ്ങ് ഊരി വെച്ചു നീ വാ. അണ്ട് ഇമ്മാരി കഴപ്പിന് നിനക്ക് ധൈര്യം ഉണ്ടെന്ന് ഒന്ന് കോളറെ തൊട്ട് നോക്കടാ. നിന്നെ മുഖത്ത് നോക്കി പറയാ അടി നല്ല സൂപ്പർ തരും, പിന്നെ മേലിരുമാരി കാണിക്കത്തില്ല. നീ ആരുവാടാ നിയമം ഇങ്ങനെ കയ്യിലെടുക്കാനായിട്ട്? പൈസ അടയ്ക്കാനില്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ അടയ്ക്കാം, സാവകാശം കൊടുക്കാം. അതിന് പകരം ഒരു വ്യക്തിയുടെ മൊബൈൽ മേടിച്ചു വെക്കുക, വലിച്ചുവാരി പോലീസ് സ്റ്റേഷനിട്ട് കൊണ്ടുപോവാ. എന്തുവാടോ അയാൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് കൂലിപ്പണിക്കാരനാണോ? കൂലിപ്പണിക്കാരൻ. നിന്റെയൊക്കെ നിനക്കൊക്കെ തിന്നിട്ടും എല്ലിന്റെ മറ്റേന്റെ ഇടയിലോട്ട് കയറുന്നുണ്ടേ അത് കാണിക്കേണ്ട ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ടല്ല, ഉള്ളവന്റെ അടുത്തോട്ട് വാടാ. നീ വാ, നീ വാ, ഇതുപോലുള്ളവന്മാരുടെ അടുത്തോട്ട് വാ. എന്റെ അടുത്തോട്ട് വാ. നീ പോലീസുകാരന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ബഹുമാനപ്പെട്ട നന്മ ചെയ്യുന്ന ഒരുപാട് പോലീസുകാരെ അറിയാം. അവരെ ഒന്നുമല്ല പറഞ്ഞത് ഇമാതിരി കഴപ്പ് കാണിക്കുന്നതിന്. ഒറ്റ കാര്യം, ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോടും അതേപോലെ DGPയോടും മനുഷ്യാവകാശ കമ്മീഷനോടും ചോദിക്കാണ്, ഇവനെ പോലെയുള്ള പ്രയാടിമാരെ ഉണ്ടല്ലോ പോലീസ് സേനയിൽ വെച്ചോണ്ടിരിക്കരുത്. ഇരുന്നാൽ ഇതുപോലെ എന്തെങ്കിലും കൈക്കിണങ്ങി കിട്ടി അമ്മച്ചാണ് പണി ഉമാനാകട്ടെ. ഒരു പേടിയില്ല ഈ കാര്യത്തിലൊന്നും പറയുന്നത്. ഇതല്ല കാട്ടുനീതി അല്ല റോട്ടി കാണിക്കേണ്ടത്. പോലീസുകാർ ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ കൊറോണ കാലയളവിൽ എല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അംഗീകരിക്കുന്ന. പക്ഷെ ഇതുപോലെ ഒരൊറ്റ ഒരുത്തം മതി ഈ നന്മ ചെയ്ത എല്ലാവരുടെയും വില കളയാനായിട്ട്. അതുകൊണ്ട് മറ്റു പോലീസുകാർ എന്നോട് ദയവേത് ക്ഷമിക്കണം. ഇത് ഈ പറയുന്ന ഒരൊറ്റ ഒരുത്തനെ ഞാൻ ആ പറഞ്ഞതിലൊന്നും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇത് തന്നെ ഉള്ളത് നിർത്തണം. ഇതുപോലുള്ളവനെയൊക്കെ സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്ത് പണിയെടുത്ത് ദൂരെ കളയണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒരു കൂലിപ്പണിക്ക് പോകുന്നതിനെ കുറിച്ച് വെട്ടിയടിക്കുക. പോലീസിന് ഇല്ല, ലൈസൻസ് ഇല്ല, നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ നിയമമായി ഒരു കാര്യം ആശുപത്രി കൊണ്ടുവരുന്നു. കൈ കുഴിക്കും. എന്നെ ആശുപത്രി കൊണ്ടു.